ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന വിശ്വമാനവികതയുടെ ഹൃദയത്തിലേക്കാണ് പാക് തീവ്രവാദികൾ കാശ്മീരിൽ നിറയൊഴിച്ചത്. കാശ്മീരിൽ വീണ ചോരപ്പാടുകൾ ലോകത്തിൻ്റെ മാനവികതയുടെ ഹൃദയത്തിലാണ് ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. അതിമനോഹരമായ കാശ്മീരിലെ പുൽമേടുകളിൽ ആർത്തുല്ലസിച്ചിരുന്ന വിനോദസഞ്ചാരികൾ നിരപരാധികളായ 26 സഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ച തീവ്രവാദികൾ ഭീരുക്കളാണ്. നിരായുധരായ മനുഷ്യരെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് ഒരു കാലത്തും ഒരു രാജ്യവും ന്യായീകരിക്കുന്ന ഒന്നല്ല. പാകിസ്ഥാനിൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകുമ്പോൾ, അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കാശ്മീരിൽ ഇതുപോലെ ഭീകരാക്രമണങ്ങൾ നടത്തി പാകിസ്ഥാനിലെ ഭരണം നിലനിർത്താനും അവരുടെ തീവ്രദേശീയത ഉറപ്പിക്കാനും പാകിസ്ഥാൻ നടത്തുന്ന തന്ത്രമാണ് പലപ്പോഴും കാശ്മീരിനെ ആയുധമാക്കിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ. അതിനെ ഇന്ത്യ നേരിടേണ്ടത് സമചിത്തതയോടെയാണ്. സമചിത്തതയോടെ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയണം. നമ്മുടെ പ്രതിരോധ വകുപ്പും അതുപോലെ വിദേശകാര്യ വകുപ്പുമെല്ലാം നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനവുമെല്ലാം പരാജയപ്പെട്ടുപോയി എന്ന് നാം സമ്മതിക്കണം. AK ആന്റണി 10 കൊല്ലത്തോളം പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിലൊരു സംഭവവും ഉണ്ടായില്ല. 10 കൊല്ലമായി രാജ്യം ഭരിക്കുന്ന, ശക്തരെന്ന് സ്വയം അവകാശപ്പെടുന്ന മോദി ഭരണത്തിനു കീഴിൽ ഇത്തരം അക്രമങ്ങൾ രാജ്യത്ത് പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത്തരം അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷമടക്കം നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ പാർട്ടികളും കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. ഈ പിന്തുണ എന്ന് പറയുന്നത് നാം ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യവും മതേതരത്വവും അഖണ്ഡതയും എല്ലാം നിലനിർത്താൻ വേണ്ടിയാണ്. അവിടെ അമിതമായ ദേശീയത പ്രചരിപ്പിക്കാനല്ല, മതവിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാനല്ല. അതേസമയം കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് കാശ്മീർ, അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമാധാനം, അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തേണ്ടത്. കാശ്മീരിയത്ത് എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ശൈവത്വവും സൂഫിസവും പേർഷ്യനും അങ്ങനെ എല്ലാ മതവിശ്വാസികളുടെയും ഒരു സംഗമ സ്ഥാനമാണ് കാശ്മീർ. അപ്പോൾ ആ കാശ്മീർ നൽകുന്ന സന്ദേശം അത് വളരെ വലുതാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ മഹത്തായ ആ പാരമ്പര്യത്തിനു നേരെയാണ് പാക് തീവ്രവാദികൾ നിറയൊഴിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യത്തിലും കാരുണ്യത്തിലും ധൈര്യത്തിലും അടിയുറച്ച ഒരു തിരിച്ചടിയാണ് ഇന്ത്യൻ സർക്കാർ നൽകേണ്ടത്. ഇപ്പോൾ 1960 ഒപ്പുവെച്ച സിന്ധു നദീതട ജലകരാർ മരവിപ്പിച്ചു. അത് നല്ല കാര്യം. കാരണം അങ്ങനെ സമ്മർദ്ദങ്ങളിലൂടെ പാകിസ്ഥാന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പാക് പൗരന്മാരെയും ഉദ്യോഗസ്ഥരെയും തിരിച്ചയച്ചുകൊണ്ട് നമ്മുടെ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ തിരിച്ചടിക്കുമ്പോൾ അത് വളരെ അനുധാവനതയോടെ ചെയ്യേണ്ട ഒന്നാണ് എന്ന് മോദി സർക്കാർ ഓർക്കേണ്ടതാണ്. കാരണം ദേശീയത
പറയുമ്പോൾ തന്നെ അത് തീവ്രദേശീയതയായി വിഭിന്ന മതവിഭാഗങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്കും ശത്രുതയ്ക്കും വഴിവെക്കാതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഈ ഭീഷണിയെ നേരിടാൻ നമ്മുടെ രാജ്യത്തിന് കഴിയണം. അങ്ങനെ വളരെ നിർണായകമായ ഒരു ചരിത്ര ദൗത്യമാണ് BJP സർക്കാർ, മോദി സർക്കാർ ഇപ്പോൾ നേരിടുന്നത്. അത് ഈ സർക്കാർ ഫലപ്രദമായി തന്നെ മറികടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.